നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. മുഖ്യനെ വിസ്തരിക്കും. സോളാർ കേസിൽ ഈ മാസം 25-ന് മുഖ്യമന്ത്രിയെ വിസ്തരിക്കുമെന്ന് കമ്മീഷൻ. തിരുവനന്തപുരത്ത് നടക്കുന്ന വിസ്താരത്തിൽ ബിജു രാധാകൃഷ്ണന്റെ ആരോപണങ്ങളിൽ ഉമ്മൻചാണ്ടി വിശദീകരണം നൽകും. സോളാർ പാനൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉയർന്നിരുന്നു. അതേസമയം പ്രതിപട്ടികയിലുള്ള സരിത എസ് നായർ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. വിവാദ കത്ത് ഹാജരാക്കില്ലെന്നും അത് രഹസ്യ സ്വഭാവമുള്ളതെന്നും സരിത. അന്വേഷണത്തിൽ സർക്കാരിന് കമ്മീഷന്റെ രൂക്ഷ വിമർശനം. തെളിവ് ശേഖരണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നില്ല. കാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ആളാണ് താനെന്ന് കരുതേണ്ട. സരിത ഹാജരാകാത്തതിന് പിന്നിൽ ബാഹ്യ സമ്മർദ്ദം. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കാനായില്ലെങ്കിൽ സർക്കാർ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ജസ്റ്റിസ് ശിവരാജൻ. സർക്കാരുകൾക്ക് തിരിച്ചടി. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. 21-ാം നൂറ്റാണ്ടിലും വിനോദത്തിനായി മൃഗങ്ങളെ ഉപയോഗിക്കാൻ ആകില്ലെന്ന് കോടതി. ആചാരാനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണമെന്ന സർക്കാർ വാദത്തിന് തിരിച്ചടി. ആചാരങ്ങളുടെ ഭാഗമായി മൃഗങ്ങളെ ഉപയോഗിക്കാനാകില്ല. ജല്ലിക്കെട്ട് മൃഗങ്ങളോടുള്ള ക്രൂരത. ഇത്തരം ആചാരങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല. ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും കോടതി നോട്ടീസ്. കേരളത്തിലെ കാളയോട്ട മത്സരങ്ങൾക്കും വിലക്കേർപ്പെടുത്തും. സർക്കാർ നിലപാടിന് വിരുദ്ധമായി ജല്ലിക്കെട്ടിനെതിരെ കോടതിയെ സമീപിച്ച അനിമൽ വെൽഫെയർ ബോർഡിൽ നടപടി. ചെയർമാനെ തലസ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് സൂചന. കൊലയിൽ കുരുക്കഴിക്കാൻ. കതിരൂർ മനോജ് വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 18-ലേക്ക് നീട്ടി. കേസിൽ CBIക്ക് നോട്ടീസ് അയക്കാൻ തലശ്ശേരി സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. തനിക്കെതിരെ തെളിവ് കണ്ടെത്തിയിട്ടില്ലാത്ത കേസിൽ BJPയുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കാനാണ് CBI ശ്രമം എന്ന് ജയരാജൻ. അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ആരോപണം. ചർച്ചയിൽ തീർച്ചയാകാതെ. ഇന്ത്യയും പാകിസ്ഥാനും ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്ന നയതന്ത്ര ചർച്ചകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം. പത്താൻകോട് ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച വേണമോ എന്ന കാര്യത്തിൽ അന്തിമ നിലപാട് വ്യക്തമാക്കാതെ കേന്ദ്രം. പത്താൻകോട്ടെ വ്യോമസേനാ താവളം ആക്രമിച്ച സംഭവത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന അന്വേഷണങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നുണ്ടോ എന്നത് പ്രധാനം. ഭീകരരുടെ പാക് ബന്ധം വ്യക്തമാക്കി ഇന്ത്യ കൈമാറിയ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് സംയുക്ത സംഘത്തിന്റെ അന്വേഷണമെന്ന് പാകിസ്ഥാൻ. ആക്രമണവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന 4 പേർ പാകിസ്ഥാനിൽ പിടിയിലായത് ഇന്നലെ. അതേസമയം തെളിവുകളുടെ ഭാഗമായി ഇന്ത്യ നൽകിയ ടെലിഫോൺ നമ്പറുകൾ പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയല്ലെന്ന് വിശദീകരണം. പാക് ഇന്റലിജൻസ് ബ്യൂറോ, മിലിറ്ററി ഇന്റലിജൻസ്, ISI ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഷെരീഫ് സംയുക്ത അന്വേഷണ സംഘം രൂപീകരിച്ചത് അമേരിക്കൻ സമ്മർദ്ദം കാരണമെന്ന് നിഗമനം. അന്വേഷണത്തിന്റെ ഗതി വിലയിരുത്തിയ ശേഷം തീരുമാനമെന്ന നിലപാടിൽ ഇന്ത്യ. 5ാമതും മെസ്സി. ലോക ഫുട്ബോളർ കിരീടത്തിൽ 5ാം തവണയും മുത്തുമിട്ട് ലയണൽ മെസ്സി. 2014-ലെ മികച്ച കാൽപന്ത് കളിക്കാരനുള്ള ഫിഫ ബാലൻഡിയോർ പുരസ്കാരം സൂപ്പർ താരം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയെയും നെയ്മറെയും പിന്നിലാക്കി. മെസ്സിയുടേത് കരിയറിലെ 5ാം ബാലൻഡിയോർ പുരസ്കാരം. മികച്ച വനിതാ താരത്തിനുള്ള അവാർഡ് അമേരിക്കയുടെ കാർലി ലോയിഡിന്. മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാഴ്സലോണയുടെ ലൂയി എൻറിക്കയെ. കഴിഞ്ഞ കൊല്ലത്തെ മികച്ച ഗോളിനുള്ള പുരസ്കാരം ബ്രസീലിയൻ താരം വെൽഡൻ ലിറയ്ക്ക്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.